ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. സവാരിക്കുതിരകളെ വളർത്തുന്ന ഒരു സ്നേഹിതനെ കാണാൻ ഇംഗ്ലണ്ടിലുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. പുറത്ത് കുതിരകളെ മേയിക്കുന്ന സ്ഥലത്ത് ലക്ഷണമൊത്ത ഒരു കുതിര മേയുന്നത് അയാൾ കണ്ടു. നല്ല ചുണക്കുട്ടി, ആരും ഒന്നും കൂടി നോക്കിപ്പോകും, അത്ര സുന്ദരൻ. എന്നാൽ അതിൻ്റെ കാലിൽ ഒരു ചെറിയ തടിക്കഷണം കെട്ടിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. എന്തിനാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്? അയാൾ ചോദിച്ചു. അവനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വേലി ചാടി പുറത്തു പോകും. വേലി ചാടുമ്പോൾ അവനു തന്നെ പരിക്കേൽക്കാൻ ഇടയുണ്ട്, കൂട്ടുകാരൻ പറഞ്ഞു. ആ തടി കുതിരയുടെ കാലിൽ കെട്ടിയിരിക്കുന്നത് അതിന് ഇഷ്ടമല്ലെന്നുള്ളത് ശരി തന്നെ. എന്നാൽ വേലി ചാടുന്ന പ്രകൃതമുള്ള ആ കുതിരയ്ക്കുണ്ടാകാവുന്ന അപകടത്തെപ്പറ്റി ഉടമസ്ഥൻ അറിയാം. അതുകൊണ്ടാണ് അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുവെക്കുന്നത്. അത് കുതിരയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഉടമസ്ഥൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നതുവരെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതും വേദനാജനകവുമായ ബന്ധനങ്ങളെ നാം ചോദ്യം ചെയ്യും. പക്ഷേ ഉടയവൻ ചിലപ്പോൾ വിപത്തുകൊണ്ട് നമ്മെ ബന്ധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് എന്ത് നന്മയാണ് ഉണ്ടാവുക എന്ന് പലപ്പോഴും നാം ചോദിച്ചിട്ടില്ലേ? എന്നാൽ വിപത്തുകളാൽ നാം നിയന്ത്രിക്കപ്പെടുമ്പോൾ, ദൈവമേ, അവിടുത്തെ ഉദ്ദേശം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നറിഞ്ഞാൽ ഒരു അഗ്നി പരീക്ഷണവും നമ്മെ പീഡിപ്പിക്കുകയില്ല. നാം ആശിക്കുന്നതിലും നനയ്ക്കുന്നതിലും അതീതമായ നന്മ ഉണ്ടാകണമെന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതിനാൽ മനുഷ്യ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങൾ ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിക്കാണെന്ന് നാം തിരിച്ചറിയണം. നീ കടന്നുപോകുന്ന ഈ അഗ്നി പരീക്ഷണത്തിൽ സ്നേഹിക്കുന്ന ആ ദൈവം നിന്നെ താങ്ങി നിർത്തുന്നു. ചില നന്മകൾ നിനക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും നിസ്സംശയം അറിഞ്ഞുകൊള്ളുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.